ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ റൂട്ടിലൂടെയും ഈ ആയത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഇടക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നതാണ്, മുഅ്മിനിൻ്റെ തുലാസിനെ നിറക്കുന്ന ആയത്താണ് അത്. എങ്ങനെയൊക്കെയാണ് ഒരു മുഅ്മിനിൻ്റെ നന്മയുടെ തുലാസിൻ്റെ തട്ടിനെ അത് നിറക്കുന്നത്, ഭാരമാക്കുന്നത്, നാം അറിഞ്ഞേ മതിയാകൂ, പഠിച്ചേ മതിയാകൂ. ഒരുപാട് മേഖലകളിലൂടെ ഈ ആയത്തിനെ നാം ചികഞ്ഞു പരിശോധിച്ചു നോക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അൽഹംദുലില്ലാ, രണ്ടാമത്തെ ഭാഗം റബ്ബിൽ ആലമീൻ. ഈ ആദ്യ ഭാഗം അള്ളാഹുവിനെ അവൻ്റെ ഒരു അടിമ സ്തുതിക്കുന്നു എന്നതിനപ്പുറത്ത്, അള്ളാഹുവിനെ വാഴ്ത്തുന്നു എന്നതിനപ്പുറത്ത്, അള്ളാഹുവിനെ അറിഞ്ഞ് വണങ്ങുന്ന ഒരു അടിമയുടെ സമർപ്പണത്തിൻ്റെ സമ്മതമാണ് അൽഹംദുലില്ലാ എന്നത് നാം പറഞ്ഞു. എന്ത്? പടച്ച തമ്പുരാനെ അടുത്തറിഞ്ഞ് ഉള്ളിലറിഞ്ഞ് ആ റബ്ബിൻ്റെ ഇടപെടലിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി ഗ്രഹിച്ചിരിക്കുന്ന ഒരു അടിമ റബ്ബിന് തൻ്റെ സമസ്ത കാര്യങ്ങളും സകലമാന വിഷയങ്ങളും ആ റബ്ബിന് സമർപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനം. ചുമ്മാ സമർപ്പിക്കുകയല്ല. കമ്പോളത്തിൽ നിന്ന് ചരക്ക് വാങ്ങിയിട്ട് ആ ചരക്കിൻ്റെ വില നാം കച്ചവടക്കാരന് സമർപ്പിക്കും. വാഹനം ഓടിച്ചപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിൽ, ഹെൽമെറ്റ് അണിയാത്തതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫൈൻ ചുമത്തുമ്പോൾ ആ ഫൈൻ നാം സമർപ്പിക്കും. അവിടെ സമർപ്പണം നടക്കുന്നുണ്ട്. ആ സമർപ്പണമല്ല അൽഹംദുലില്ലാ 100% സംതൃപ്തിയോടെ പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ മുന്നിലുള്ള സമർപ്പണമാണ് അൽഹംദുലില്ലാ. മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും, ഏതേതനുഭവങ്ങളിലും, ഏതേതവസ്ഥകളിലും അവൻ്റെ മന്ത്രം അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ നാഥന് സമർപ്പിച്ചിരിക്കുകയാണ്, പൊരുത്തപ്പെട്ട് സമർപ്പിച്ചിരിക്കുകയാണ്, സന്തുഷ്ടനായി ഞാൻ റബ്ബിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് നിസ്കാരത്തിലെ സത്യപ്രതിജ്ഞ അല്ലേ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് പറഞ്ഞത്? ഞാനിപ്പോൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹ്ക്കാണ് എന്നല്ല പറഞ്ഞത്. ഇതടക്കമുള്ള എൻ്റെ ചലനങ്ങൾ, എൻ്റെ നന്മകൾ, എൻ്റെ സമർപ്പണങ്ങൾ, എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സുഹൃതങ്ങൾ ലോകരക്ഷിതാവായ നാഥ നിനക്കുള്ളതാണ്. വമഹിയായ വമമാതി, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ ജീവിതം മുഴുവൻ. ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെയുണ്ട് ജീവിതത്തിൽ? എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലയുടെ വിശദീകരണത്തിൻ്റെ പ്രഖ്യാപനാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ വജ്ജഹ്തുവിൽ നാം പ്രഖ്യാപിക്കുന്നത്. നിസ്കാരത്തിലെ സത്യപ്രതിജ്ഞയാണത്. നിസ്കാരം ഒരു അധികാരാരോഹണമാണ്. നിസ്കാരം ഒരു അധികാര ആരോഹണമാണ്. ഒരു രാജാവിന്റെ, പ്രധാനമന്ത്രിയുടെ, MLA-യുടെ അധികാര ആരോഹണം പോലെയല്ല. മാലിക്കുൽ മുലൂക്കായ രാജാതിരാജന്റെ സവിധത്തിലേക്കുള്ള ആരോഹണമാണ്. അതൊരു വലിയ അധികാരമാണ്. ആ അധികാരമേൽക്കുമ്പോഴുള്ള സത്യപ്രതിജ്ഞയാണ് ഈ പറയുന്നത്. എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ മരണവും, എൻ്റെ സർവ്വതും ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹ്ക്കുള്ളതാന്ന് പറഞ്ഞാൽ എന്താണ്? ആ റബ്ബിന് ഞാൻ ബലി കഴിച്ചിരിക്കുന്നു, ആ റബ്ബിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇതാണ് അൽഹംദുലില്ലാ.
റബ്ബിൽ ആലമീൻ. ആദ്യ ഭാഗം സമർപ്പണമാണെങ്കിൽ, സംതൃപ്തിയാണെങ്കിൽ, റബ്ബിന്റെ കാര്യത്തിൽ പൊരുത്തമാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗം റബ്ബിൽ ആലമീൻ എന്ന ഭാഗം അല്ലാഹുവിനെ കുറിച്ചുള്ള പഠനവും അറിവുമാണ്. റബ്ബുൽ ആലമീൻ അള്ളാഹിനെ കുറിച്ചുള്ള പഠനം, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാർജിക്കുന്നതിലേക്കുള്ള പ്രചോദനം, അതിന്റെ ഒരു ക്യാപ്സൂളാണ്. അള്ളാഹുവിനെ അറിയുന്നതിന്റെ ഒരു ക്യാപ്സൂൾ എല്ലാം ഉൾക്കൊള്ളിച്ച സാധനമാണ് ഏത് റബ്ബിൽ ആലമീൻ. അത് റബ്ബിനെ കുറിച്ചുള്ള പഠനമാണ്. ആ പഠനം ഒരു പള്ളി ദർസിലോ മതകലാലയത്തിലോ അല്ലെങ്കിൽ ഒരു കിതാബിലോ ഒരു ഗ്രന്ഥത്തിലോ ഞായറാഴ്ച ദിവസത്തിലുള്ള 1 മണിക്കൂറിന് താഴെയുള്ള ഖുർആൻ പഠന ക്ലാസ്സിലോ പരിമിതപ്പെടുന്ന പഠനമല്ല. റബ്ബുൽ ആലമീനെ കുറിച്ചുള്ള പഠനം ഒരു കിതാബിലോ പുസ്തകത്തിലോ ഒരു ഖുർആൻ ക്ലാസ്സിലോ ഒതുങ്ങുന്നതല്ല. പിന്നെയോ മണ്ണിലും വിണ്ണിലും പഠിക്കാനുണ്ട്, ഈ പ്രപഞ്ചത്തിലാകെ പഠിക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തിലാകെ റബ്ബുൽ ആലമീനാണ് എന്നാണ് അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത്. ഉണ്ട്, ഒരു പുൽക്കൊടിയിലുണ്ട് റബ്ബുൽ ആലമീൻ, വായിച്ചിട്ടുണ്ടോ? ഒരു മണൽത്തരിയിലുണ്ട് റബ്ബുൽ ആലമീൻ, ഒരു മഴത്തുള്ളിയിലുണ്ട് റബ്ബുൽ ആലമീൻ, പ്രവിശാലമായ കടലിന്റെ തിരയടികളിലുണ്ട് റബ്ബുൽ ആലമീൻ, ആ തിരകൾക്കിടയിലെ പദകൾക്കിടയിലുണ്ട് റബ്ബുൽ ആലമീൻ. എല്ലാത്തിലുണ്ട് റബ്ബിനെ കുറിച്ചുള്ള പഠനം. അത് അങ്ങനെ വിശാലമായി കിടക്കുകയാണ്. അതിന് സമയപരിധിയും ഇല്ല. വിദ്യാർത്ഥി കാലം എന്ന ഒരു കാലം റബ്ബുൽ ആലമീനെ അറിയുന്നതിലും അന്വേഷിക്കുന്നതിലും പഠിതാവിനില്ല. മരണം വരെ പഠിക്കാനുള്ളതാണ്. നാളെ മരിക്കുകയാണെങ്കിൽ ഇന്നും അതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്, അറിയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അറിവിന്, പഠനത്തിനാണ് അല്ലാഹു മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത്. ഏതിന്? നമ്മൾ വയലിൽ സാധാരണ കേട്ടിട്ടുള്ളത് എന്താണ്? മനുഷ്യനെ അല്ലാഹു പടച്ചത് ഇബാദത്തിനാണ് എന്നാ കേട്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ 1-ാം ക്ലാസ്സിലല്ല. അത് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുക്കേണ്ട ക്ലാസ്സാണ്. ഏത് മനുഷ്യനെ അല്ലാഹു പടച്ചത് ഇബാദത്ത് ചെയ്യാനാണ് എന്ന് 1-ാം ക്ലാസ്സിലെ വിശദീകരണമാണ്. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. ഒരു വർഷമായല്ലോ ഇപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആർജിച്ച ആ നിലവാരം വെച്ച് ഞാൻ പറയാണ്, മനുഷ്യ ജിന്ന് വിഭാഗത്തിന് സ്പെഷ്യലായി അള്ളാഹു കൊടുത്ത സ്ഥാനവും ഈ 2 വിഭാഗത്തെ അള്ളാഹു പടക്കാൻ കാരണമായതും ആ പഠനത്തിന്റെ പിന്നിൽ അള്ളാഹു പ്ലാനിട്ടതും ലക്ഷ്യമാക്കിയതും ഇബാദത്തല്ല. എന്തുകൊണ്ട്? ഇബാദത്ത് എല്ലാ ചരാചരങ്ങൾക്കും ഉണ്ട്, എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്, എല്ലാ മരങ്ങൾക്കും ഉണ്ട്, എല്ലാ അചേതന സചേതന വസ്തുക്കൾക്കും ഇബാദത്ത് ഉണ്ട്. ഇതാരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഓതിയിട്ടുണ്ടത്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലഹു യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാത്ത ഒരു പടപ്പും ഒരു സൃഷ്ടിയും ഈ ലോകത്തില്ല. എല്ലാ ചരാചരങ്ങളും നിസ്കാരം പഠിച്ചിട്ടുണ്ട്, അവകളുടെ തസ്ബീഹ് പഠിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാം മുസ്ലിങ്ങളാണ്. ഇവിടത്തെ കല്ലും മണ്ണും മരങ്ങളും അരുവികളും പറവകളും ജന്തുക്കളല്ലാത്തതും എല്ലാം മുസ്ലിങ്ങളാണ്.
പൗരത്വത്തിൽ നിന്ന് നമ്മളല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ? ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞതിനനുസരിച്ചേ നീങ്ങുള്ളൂ, എനിക്കനുസരിച്ചേ നീങ്ങുള്ളൂ എന്ന് ഉടമസ്ഥനായ തമ്പുരാൻ. ഇതൊരു ചെറിയ സംഭവമല്ല ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമും തസ്ബീഹും അൽഹംദുലില്ലയും നിസ്കാരവും ഒന്നും മനുഷ്യനും ജിന്നിനും മാത്രം സ്പെഷ്യലായിട്ടുള്ളതല്ല എന്നാര് പറഞ്ഞു? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു. പിന്നെന്താ ഈ മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും പ്രത്യേകത? ഇബാദത്ത് ഉസ്താദെ വഅദിൽ കേട്ടിട്ടുണ്ടല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂനി. അവിടെ ഇബാദത്തല്ലേ പറഞ്ഞത്? പിന്നെ മൊയ്തേരല്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഈ ഇബാദത്ത് ഏത് ഇബാദത്താണ്? അറിഞ്ഞു വണങ്ങാൻ വേണ്ടി. എങ്ങനെ? ഇല്ലാലി അഅ്ബുദൂനി എന്ന് പറഞ്ഞാൽ ഇല്ലാലി അഅ്രിഫൂനി എന്നാണ് മഹാനായ ഇമാം റാസി തന്റെ തഫ്സീറിൽ ഒരു അഭിപ്രായമായി അർത്ഥമായി രേഖപ്പെടുത്തിയത്. ഇമാം ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിറുകളൊക്കെയും മഹാനായ താബിഈങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞ അർത്ഥം ഇല്ലാലി അഅ്ബുദൂൻ, എനിക്കാരാധിക്കാൻ വേണ്ടി പഠിച്ചു എന്നല്ല. കാരണം പലതും ആരാധിക്കുന്നുണ്ട്. ഇല്ലാലി അഅ്രിഫൂനി, എന്നെ അറിഞ്ഞു വണങ്ങാൻ. ഇല്ലാലി അഅ്രിഫൂനി, എന്നെ അറിഞ്ഞ്, എന്നെ പഠിച്ച്, എന്നെ അടുത്തറിഞ്ഞ് എനിക്ക് വഴിപ്പെടാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നിനെയും പഠിച്ചത്. അപ്പൊ അറിയുക എന്ന ക്വാളിറ്റി